we were traveling the mountains just to find out how to see. ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തിലാണുള്ളത്. കാരണം എന്താണെന്നറിയോ? കണ്ടോ, നമ്മുടെ ക്രിസ്റ്റൽ ക്ലിയർ 120 സെൻറ്റിമീറ്ററിൻ്റെ ടാങ്ക് ഹൈടെക് പ്ലാന്റഡ് ടാങ്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. So if you want something to hold on to, gotta find it first. But here I am, beside me laying under palm trees, waiting for the summer, knowing there's nowhere to go. 'Cause I am happy on this island, wanna be my farmland. I don't ever want to leave, I'm in a tropic club. ഇതിനകത്ത് ഹൈടെക് പ്ലാന്റഡ് ടാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു പ്ലാന്റഡ് ടാങ്കിന് വേണ്ട എല്ലാ ഫെസിലിറ്റികളും നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് പ്ലാൻസ് പറയണ്ടല്ലോ, ഇനിയിപ്പോൾ പ്ലാൻസ് ആവട്ടെ, അതിൻ്റെ സ്റ്റോൺ, എന്ത് സാധനങ്ങളാണ് ഒരു പ്ലാന്റഡ് ടാങ്കിനകത്ത് വേണ്ടത് എല്ലാം ഇതിനകത്തുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഇൻറ്റേർണൽ സ്കേപ്പിംഗ് ഒക്കെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഗോപ്രോ ത്തിനടിയിലൂടെ പാസ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം ചെയ്തതിൽ വെച്ച് ഇത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു പ്ലാന്റഡ് ടാങ്ക് വേറെ ഇല്ല എന്ന് തന്നെ വേണേൽ പറയാം. പിന്നെ ഇതിന് കോസ്റ്റ് എത്രയായി എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അറിയാലോ, ഈ ലൈറ്റ് യൂണിറ്റിന് തന്നെ നമുക്ക് എന്താ പറയുക, ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്ര പൈസയുണ്ട് ഈ ലൈറ്റ് യൂണിറ്റിന്. ലൈറ്റ് ഡേറ്റാ അപ്പോൾ ഈ ലൈറ്റ് യൂണിറ്റ് ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്കത് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. പിന്നെ അതിനകത്തൊരു സെപ്പറേറ്റ് ലൈറ്റ് യൂണിറ്റ് ഉള്ളത് സിയാനോ ബ്രാൻഡ് ടാങ്കിൽ വരുന്ന 120 സെൻറ്റിമീറ്റർ ടാങ്കിനകത്ത് വരുന്ന ഒരു ലൈറ്റ് കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അത് ആ നാച്ചുറൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ സിയാനോ ലൈറ്റ് കൂടെ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഏത് തന്നെ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിലും നമുക്കിതിനകത്ത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഇതിനകത്തുള്ള മോസസൊക്കെ വളരെ നന്നായിട്ട് വളരുന്നുണ്ട്. ആമസോണിയ വേർഷൻ 2 സോയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പിന്നെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള സബ്സ്ട്രേറ്റ് ഞാൻ കാണിച്ചു തരാം. ഈ സേറ ഫ്ലോർ ഡിപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്ട്രേറ്റ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ളൊരു 4 ബക്കറ്റ് യൂസ് ചെയ്യേണ്ടി വന്നു സബ്സ്ട്രേറ്റ് മാത്രം. കാരണം സബ്സ്ട്രേറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് പ്ലാന്റ്സിൻ്റെ റൂട്ടിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ നന്നായിട്ട് കിട്ടുള്ളൂ. സബ്സ്ട്രേറ്റ് കണ്ടല്ലോ. അതുപോലെ സോയിൽ ആമസോണിയ സോയിൽ വെർഷൻ 2 അത് ഞാൻ ഇവിടെ കാണിക്കാം. അതാണ് കൊടുത്തിട്ടുള്ളത്. മെയിനായിട്ട് ഇതിനകത്ത് നമുക്ക് കാണാനുള്ളത് റോക്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോക്സ്, പോറസ് റോക്സും അതുപോലെ സ്റ്റോൺ റോക്ക് എന്ന് പറഞ്ഞുള്ള റോക്സും യൂസ് ചെയ്തിട്ടുണ്ട്. 12 mm ഗ്ലാസ്സാണ് ടാങ്ക്, 12 mm ഗ്ലാസ്സാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. 120 സെൻറ്റിമീറ്റർ × 60 × 60 അതാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്. 120 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 60 ഹൈറ്റ്, 60 വീതി, ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു സൈസ്. പിന്നെ ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ബാക്കി ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ഈ സ്റ്റോൺ റോക്ക് എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് റോക്കും അതുപോലെ പോറസ് റോക്ക് എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് റോക്കും അത് ധാരാളം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു പിശുക്കില്ലാതെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ടൈപ്പ് പൈൻ വുഡിൻ്റെ വെറൈറ്റിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ കാണാനില്ല, അത് മോസസ് ഒട്ടിച്ചതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളെ കാണുന്നുള്ളൂ. കണ്ടില്ലേ, ആ ഡ്രിഫ്റ്റ് വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഓൾ അലോങ് ഉണ്ട്, ഈ അറ്റം വരേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ മോസസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഡെവലപ്പ് ആവുന്ന മോസസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ പ്ലാന്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ വാലിസ്നേരിയ ഉണ്ട്, പിന്നെ കമ്പോബ എന്ന് പറയുന്ന പ്ലാന്റ് ഉണ്ട്, വാലിസ്നേരിയ ലോങ് ലീവ്ഡ് ഉണ്ട്, പിന്നെ ലുഡ്വിജിയ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഈ വുഡിൻ്റെയും അതുപോലെ റോക്കിൻ്റെയും ഇടയിലൂടെ നമ്മൾ അനൂബിയാസ് കൊടുത്തിട്ടുണ്ട്. അനൂബിയാസ് നാനയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ ഇത് കണ്ടോ, ഒരു അനൂബിയാസ് ഫ്ലവർ ചെയ്യുന്നുണ്ട്. അത് നോക്കൂ, അനൂബിയാസിനൊരു ഫ്ലവർ വന്നിട്ടുണ്ട്. പിന്നെ ആമസോൺ സോഡ് എന്ന് പറഞ്ഞ ആ വാഴ ടൈപ്പിലുള്ള ചെടിയുണ്ട്. പിന്നെ ഒരുപാട് എന്താ പറയുക, ഫോർഗ്രൗണ്ട് പ്ലാന്റ്സുകൾ കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്ലാന്റ്സുകൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തുള്ള ഫിഷസിൻ്റെയും ബാക്കി ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മിസ് കേരള എന്നൊക്കെ പറയുന്ന ഈ ടൈപ്പ് ഫിഷുകൾ കുറച്ചെണ്ണം ഉണ്ട്. പിന്നെ നിയോൺ ടെട്ര ഉണ്ട്, നോർമൽ സ്കേർട്ട് ടെട്ര ഉണ്ട്, ഗപ്പീസ് ഉണ്ട്. വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ കൊണ്ടാണ് ഇതിൻ്റെ ക്യാബിനറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്.
ക്യാബിനറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഒരുപാട് വെയിറ്റ് ഇതിന് മേലെ വരാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത്രയും സ്ട്രോങ് ആയിട്ട് ക്യാബിനറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിൻ്റെ കണ്ടില്ലേ, ക്യാബിനറ്റ് 2 അറകളായിട്ടാണുള്ളത്. അതിനകത്തിപ്പോൾ ഒന്നും വെച്ചിട്ടില്ല. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 304B ഫിൽറ്ററും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് യൂണിറ്റും ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് സിലിണ്ടർ, അതിൻ്റെ കൺട്രോൾ പാനൽ, എല്ലാ സംഗതികളും ഇതിൻ്റെ താഴെയാണ് കൊടുത്തിട്ടുള്ളത്, ക്യാബിനറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അത് പിന്നെ ഇവിടെ കണ്ടില്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പെല്ലിംഗ് വാൽവും ഡീറ്റെയിൽസ് എല്ലാം ഇവിടെയാണുള്ളത്. ആ യൂണിറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പോൾ അതിന് എക്സ്പെൽ ചെയ്യുന്നത് കാണാം. പിന്നെ ഇതിൻ്റെ കൂടെ പറയാനുള്ള വേറൊരു ഹൈടെക് സംഭവമാണ് ഈ ന്യൂ ഡോക്ടർ എന്ന് പറഞ്ഞ അക്വാട്ടിക് സ്റ്റുഡിയോ ഒരു സെൻസർ കണ്ടില്ലേ. ഈ അക്വാട്ടിക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഈ ഒരു സെൻസറിൽ നിന്ന് ഇവിടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു സംഭവം ഇതിൽ നിന്ന് ഒരു ഫ്യൂം ജനറേറ്റ് ചെയ്യും. അത് ആൽഗെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ ഫ്യൂംസിൽ നമുക്ക് ആൽഗെ കൺട്രോൾ ഒരു പരിധി വരെ കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സ്നെയിലൊക്കെ ഉണ്ട്, വലിയ സ്നെയിലുണ്ട്. ആപ്പിൾ സ്നെയിലിൻ്റെ ഒരു വെറൈറ്റി, പക്ഷേ അതിനിപ്പോൾ കാണാനില്ല. അതുപോലെ അമാനോ ഷ്രിമ്പ്, ടൈഗർ ഷ്രിമ്പ്, ഇവരെയൊന്നും കണ്ടു കിട്ടാൻ വലിയ പാടാണ്. നമുക്കത് ഗോപ്രോ വഴി നമുക്ക് അവരെ ഉള്ളിൽ പോയി കാണാമോ എന്നൊന്ന് ട്രൈ ചെയ്യാം. എന്നാലും കണ്ടു കിട്ടുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗോപ്രോ വെച്ച് ടാങ്കിൻ്റെ ഉൾഭാഗത്തൂടെ പോവാണ്. ഓക്കെ, പോവാം. ഇതാ റെഡി, സ്റ്റഡി, ഗോ. Something to hold on to, gotta find it first. But here I am, 'cause I've been laying under palm trees, waiting for the summer, knowing there's nowhere to go. 'Cause I am happy on this island, wanna be my funland. I don't ever want to leave, I'm in a tropic club. അപ്പോൾ നമ്മുടെ ഹൈടെക് പ്ലാന്റ് ടാങ്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ.
കോപ്പറ തുടച്ചോണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. നമ്മുടെ പ്ലാന്റ് ടാങ്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഓക്കെ.